ഫാസിൽ മുഹമ്മദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേരാണ് ഫെമിനിച്ചി ഫാത്തിമ. നമുക്കിതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. എന്താണ് മോനെ ഇത്ര ഷീറ്റ് വിരിച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ. പുതിയ ബെഡ് ആയിരുന്നു, മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടടക്കായിരുന്നു. ഇതിന്റെ മണഞ്ഞി പോവൂല്ല. കണ്ട നായ്ക്കളും പട്ടികളും പൂച്ചകളൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറി നിറങ്ങിയിരുന്നു. ഞാൻ അമ്മാനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. എന്റെ മുതലേക്ക് ഇങ്ങനെ നോക്കി കുത്തിരിക്കല്ലേ. പേരുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ് ഈ സിനിമ. ഫാത്തിമ, നമ്മുടെ സൈനത്താന്റെ ബെഡന്നെ കിട്ടിയില്ലേ? എന്റെ ഉമ്മാനെ പെറ്റിട്ടതും പടച്ചോൻ വിളിച്ചതും ഒക്കെ ഈ ബെഡ് കിടന്നിട്ടാ. അത്ര റാഹത്തുള്ള ബെഡ് അത്. 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒത്തിരി പ്രേക്ഷക പ്രതീക്ഷ പിടിച്ചു പറ്റിയ സിനിമയാണിത്. സ്പോഞ്ച് കിടക്ക, പഞ്ചാബിൽ നിന്ന് കൊടുന്ന പഞ്ഞിക്കിടക്ക, പിന്നെ ചകരിക്കിടക്ക. അതായത് ഈ കുന്നംകുളത്തു നിന്നാണ് പഞ്ഞിക്കിടക്ക കിടന്നുണ്ടെങ്കില് ഓ കണ്ടാ മതി ഉറക്കം വരും, കണ്ടാ മതി ഉറക്കം വരും. എന്നിട്ട് നമുക്ക് ഉറക്കം വരില്ലല്ലോ. ഈ ബെഡ് കടന്നവരൊക്കെ മയ്യത്തയക്കണം. കോയക്ക മാത്രമേ കിടക്കാത്തുള്ളൂ, മൂപ്പര് കഴിച്ചിലാവും ചെയ്തിരിക്കണം. ഷംല ഹംസയാണ് ഇതിൽ ഫാത്തിമയായി അഭിനയിക്കുന്നത്. ഒരു മെത്തയും അതിനെ ചുറ്റുപറ്റിയുള്ള കുറേ കാര്യങ്ങളും ടീസറിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നിരാശപ്പെടുത്താതെ ഇരിക്കും എന്നത് ഉറപ്പാണ്. അത്രയ്ക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. വളരെ മനോഹരമായി തന്നെ ആ ടീസറിൽ അത് കാണിച്ചിട്ടുണ്ട്. വലിയ താരനിരയൊന്നുമില്ലെങ്കിലും ഒരു നല്ല ചിത്രം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കാം. എന്ത് അപ്പൊ ഫാത്തിമാൻ ഉറക്കം ചരിത്രത്തിന്റെ ഒപ്പം.